ഹായ് എവരിവൺ, എല്ലാവർക്കും ആമിച്ചസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈദ് വെക്കേഷനാണ്. അപ്പോൾ ഈദ് വെക്കേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും ഞങ്ങൾ 4-5 പേരെ ഫാമിലീസൊക്കെ എല്ലാവരും കൂടിയിട്ട് ഒരു ഔട്ടിങ് പോവാണ്. ലൈക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിന് വരുന്നത് കൽബയിലാണ്. കൽബയിൽ ഷാർജ കൽബയിൽ നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഹാങ്ങിങ് ഗാർഡൻ, പിന്നെ അവിടെ വാട്ടർഫോളൊക്കെ ഉണ്ട്. പോയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാനും ബഷീർ ഭായ് ഞങ്ങൾ ബാച്ചിലറായിരുന്ന സമയത്ത് കൽബ ഹത്തയിലൊക്കെ പോയിട്ടുണ്ട്. അത് കുറേ വർഷം മുമ്പാണ്. അതിനുശേഷം ഇപ്പോഴും ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നാൽ അറിയുള്ളൂ. ഇപ്പോൾ പോയ ആൾക്കാരൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അവർ പറയുന്നത് യുഎയിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട നല്ലൊരു അട്രാക്ഷനാണ് കൽബ എന്നാണ് പറയുന്നത്. കൽബ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആൻഡ് പിന്നെ അവിടെ വാട്ടർഫോൾ. അവിച്ചു, ആമി, ഉണ്ണിക്കുട്ടനും എല്ലാവരും, സജീറും, ആദിയും, ഷെമീൻ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 2-3 വണ്ടിയിലായിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം 3 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രാവലിങ്ങിലാണ്. നല്ല വൈബാണ്, നല്ല മൂഡാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ നല്ല തിരക്കാണ്. എല്ലാവരും വീക്കെൻഡിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കൽബയിലേക്ക് എത്തിയിട്ടുണ്ട്. കൽബ, അതുപോലെ തന്നെ ജബൽ ഹഫീഫ്, ജബൽ കേസ്, അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നല്ല റഷാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഇറങ്ങി. കാരണം എന്തായാലും നമ്മൾ പോകാൻ തീരുമാനിച്ച്. അപ്പം അവിടേക്ക് ചെന്ന അത്യാവശ്യം ലാഗിങ്ങും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അത് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പോരത്തുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളും ഞങ്ങളെ ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോസ് അവസാനം വരെ കാണാം. അപ്പോൾ കൽബയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്ത് തരും. നല്ല ചൂടാട്ടോ. നമ്മൾ സംഭവം നല്ല ട്രിപ്പൊക്കെയാണ്, പക്ഷേ നല്ല ചൂടാ. കുറെ നേരമായി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്തുന്നില്ല. ഇല്ലടാ, ആമി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എത്താനായെന്ന്. നമ്മുടെ കുറെ നേരമായി പാവൻ സജീർ ഡ്രൈവ് ചെയ്ത് എന്നോട് ചോദിച്ച് ചെയ്യണോ? ഞാൻ വേണ്ട, അത് ഇതൊക്കെ ചെയ്തോളൂ പറഞ്ഞു. നല്ല ചൂടാണ്. ഗ്ലാസ്സൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ ഫ്രണ്ടിൽ നിന്നിട്ട് പോലും എൻ്റെ കണ്ണെന്തോ പോലെയൊക്കെ ചിമ്മിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ചൂടാണ്, നല്ല വെയിലാണ് സത്യമായിട്ടും. ആമിക്കുട്ടിയെ ഇപ്പം ഏകദേശം നമ്മുടെ ഫുഡ് കഴിക്കാനുള്ളൊക്കെ സമയമായി. അപ്പോൾ ഇവിടെ അടുത്ത എവിടെയെങ്കിലും നിയർ ബൈ ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ കയറി ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള മൈൻഡിലാണ്. ബാക്കിൽ ഭയങ്കര ഡിസ്കഷനാണ്. ഇച്ചു എന്താ പറയണേ? കളിയാണ്. ഉണ്ണിക്കൂട്ട നീ എന്താ പറഞ്ഞേ? ശശിയെ അവിടെ ഭയങ്കര ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് പോകണം നല്ലതാണ്. അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിൽ വയ്ക്കുക. പിന്നെ വെള്ളം ഞങ്ങളെല്ലാം കയ്യിലുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കഴിച്ചാണ് അത്യാവശ്യം നമ്മൾ ചൂടൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ എന്തായാലും അടുത്തൊരു നിയർ ബൈ ഇതിൽ ഹോട്ടലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കയറി ഫുഡ് കഴിക്കണം. ഒരു 1-1.5 സമയമൊക്കെ ആയി. രാവിലെ പോകുന്നല്ലേ, രാവിലെ നേരെ അൽഫിലേക്ക് പോകുന്നു. അവിടുത്തെ പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ വരുന്ന വഴിയിൽ പമ്പയിൽ കയറി പെട്രോൾ അടിച്ചു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കാരണം ലോങ് ട്രിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടിയിൽ പോകാൻ. ഇച്ചു എൻ്റെ ക്ലാസ് കേട്ടോ ഇങ്ങോട്ട് തന്നോട്ടാ. സജീർ ഭായ് അയ്യോ, അങ്ങനെ പോണ്. വഴിയൊന്നും തെറ്റിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ മറ്റേ ഇത് ഇല്ലല്ലോ ചോദിക്കേണ്ടി വരുമല്ലോ അല്ലേ? ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്ത് പോവുള്ളൂ.
ഇച്ചേ